നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശല്യം തീർന്നു കിട്ടുമല്ലോ. എന്താ അപ്പച്ചി വീണ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. ഞാൻ സ്നേഹിച്ചത് ശ്രേയയാ. അവള് പറഞ്ഞിട്ടാ ഞാൻ കല്യാണത്തിന് സമ്മതം പറഞ്ഞതൊക്കെ. പക്ഷേ പിന്നെ അവളത് തള്ളി പറഞ്ഞു. പക്ഷേ ഞാനൊരിക്കലും വീണയ്ക്ക് ആശ കൊടുത്തിട്ടില്ല. ഇല്ലെങ്കിൽ വീണ പറയട്ടെ. വീണ അടുത്ത് വന്നപ്പോഴൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. അവസാന നിമിഷത്തിലാ ശ്രേയ ഗർഭിണിയാണെന്ന് അറിഞ്ഞത്. എന്നിട്ടും വീണയുടെ കല്യാണം നടക്കട്ടെ, അതിന് തടസ്സമാവരുതെന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ വരെ തയ്യാറായതാ ശ്രേയ. അവിടുന്ന് അവളെ പിന്തിരിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ദർശനേടത്തിയ. ഇതൊക്കെ ദർശനേടത്തിയോട് ഞാൻ തുറന്നു പറഞ്ഞതുവാ. ഞങ്ങളുടെ കല്യാണം മുന്നേ നടന്നാണെന്നൊക്കെ. ശ്രേയയുടെ അച്ഛനെയും ഞങ്ങളുടെ കല്യാണ വീഡിയോ ഞാൻ കാണിച്ചതാ. പക്ഷേ അന്ന് പവിത്രനങ്ങളിനെ തള്ളിയിട്ടതിൻ്റെ പേരിൽ ശ്രേയ എന്നോട് അകലം പാലിച്ചപ്പോൾ ഞാനൊന്ന് പതറി എന്നുള്ളത് ശരിയാ. എൻ്റെ കല്യാണത്തിൻ്റെ പേരിൽ നിങ്ങൾ ഇവിടുന്ന് പോകരുത്. ഒന്നുമില്ലെങ്കിലും അപ്പച്ചിക്കറിയാലോ, നിങ്ങളെ ഞാൻ അന്യരായിട്ട് കണ്ടിട്ടില്ലെന്ന്. ഈ കല്യാണം നടക്കില്ല. ഓൾറെഡി ഞങ്ങളുടെ കല്യാണം നടന്നതാ. പിന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്താനൊരു കല്യാണം എന്തിനാ? നാളെ വെളുപ്പിന് എൻ്റെ ഫ്രണ്ട് ഫൈസി കാറുമായിട്ട് വരും. ആരും കാണാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവും. ബാംഗ്ലൂരിലൊരു വീടൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ മരുവത്തൂരിലെ പ്രശ്നങ്ങൾ തൽക്കാലം തീരുമല്ലോ.